നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആശയവിനിമയത്തിൻ്റെ രീതി എത്ര പ്രധാനമാണ് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺവെർസേഷൻ, അത് വാക്കിലൂടെ സംസാരിക്കുമ്പോൾ ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ പ്രകടമാക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെ ലെവൽ എവിടെയാണ് എന്നതിനനുസരിച്ചിട്ടാണ് കോൺവെർസേഷൻ്റെ എഫക്റ്റിവിറ്റി ഉണ്ടാവുന്നത്. മന്ത്രം എന്നുള്ളൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, മന്ത്രജപം. എന്താണ് മന്ത്രം? മൻ എന്ന് പറഞ്ഞാൽ മനസ്സ്, ത്ര എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റ്, ഒരു ടൂള്. മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മന്ത്രം. സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ടുള്ള ദാജി ഒരു ഊന്നുവടി ആണ് മന്ത്രം. അതുപോലെയാണ് മന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഊന്നുവടി കുത്തിട്ട് നടക്കും, വാക്കിംഗ് സ്റ്റിക്ക്. വാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ വാക്കിംഗ് സ്റ്റിക്കിന്റെ ആവശ്യമില്ല. ഇപ്പൊ കുട്ടികളുണ്ട്, നടക്കാൻ പഠിക്കാൻ പല പല ഉപകരണങ്ങളുണ്ട്. നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല. ആ മന്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ട്രാൻസെൻഡ് ചെയ്യാണ്. ട്രാൻസെൻഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മന്ത്രത്തിന്റെ ആവശ്യം വരുന്നില്ല. വളരെ ക്രിട്ടിക്കലായിട്ടൊരു കാര്യമാണ്. മനസ്സിനെ ഒരു തരത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ, ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ ആണ് മന്ത്രം ഹെൽപ്പ് ചെയ്യുന്നത്. ഈ മന്ത്രത്തിന്റെ ഇഫക്റ്റിവിറ്റി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? മന്ത്രം ഇഫക്റ്റീവ് ആവുന്നത് അത് നൽകുന്ന വ്യക്തി അതിന് പ്രാപ്തനാവുമ്പോഴാണ്. രത്നാകരന്റെ കഥ എടുക്കാം. രത്നാകരൻ ഒരു കള്ളനായിരുന്നു. അദ്ദേഹം നാരദ മഹർഷിയെ കണ്ടുമുട്ടി. നാരദ മഹർഷി പറയാണ്, നീ ചെയ്യുന്ന
ഈ പാപങ്ങൾക്കെല്ലാം വീട്ടില് ആരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? അപ്പൊ രത്നാകരൻ വീട്ടിൽ വന്ന് ചെന്ന് ചോദിച്ചപ്പോൾ ആരും അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. രത്നാകരന് തന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് നാരദന്റെ അടുത്ത് എത്തിച്ചേരുകയാണ്. എനിക്ക് മാറണം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആക്സെപ്റ്റ് ചെയ്തു, ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല, ആക്സെപ്റ്റൻസ്. അപ്പോൾ നാരദനിൽ ഒരു ഗുരുനാഥനെ കണ്ടെത്തി, റെക്കഗ്നൈസിങ് ദ മാസ്റ്റർ. അപ്പോൾ നാരദൻ പറയുന്ന വാക്കുകളെല്ലാം പിന്നെ അദ്ദേഹത്തിന് വേദം പോലെയാണ്. നാരദൻ പറഞ്ഞു, നീ ഇവിടെ ഇരുന്നിട്ട് മര 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 എന്ന് പറയൂ എന്ന് പറഞ്ഞു. മര എന്നാണ് പറയാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് കേട്ടുള്ളത് മര 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 എന്ന് പറഞ്ഞ് രാമ 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 എന്നായിരുന്നു. പക്ഷെ രത്നാകരൻ ചൊല്ലിയിട്ട മന്ത്രം എന്തായിരുന്നു? മര എന്നായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ആ മര എന്നുള്ള മന്ത്രം എഫക്റ്റീവ് ആയത്? കാരണം നാരദ മഹർഷിയിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം, പൂർണ്ണമായിട്ടുള്ള സമർപ്പണം, തന്റെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്ത് എനിക്ക് മാറണം എന്നുള്ള ആ ഒരു തിരിച്ചറിവ്. അപ്പൊ മന്ത്രത്തിനല്ല എഫക്ടിവിറ്റി, മന്ത്രം നൽകിയിട്ടുള്ള ഗുരുനാഥന്റെ ആ സ്റ്റേറ്റ് ആണ് ഈ മാറ്റം കൊണ്ടുവന്നത്. അപ്പൊ നാരദനാണ് രത്നാകരനെ മാറ്റിയത്. രത്നാകരനെ രാമൻ ആരാന്ന് അറിയണ്ടാവില്ല, പക്ഷെ മന്ത്രജപത്തിലൂടെ അത്രയും ഹയസ്റ്റ് സ്റ്റേറ്റ് എത്തിയപ്പോൾ അറിയാതെ തന്നെ ഭഗവാൻ ശ്രീരാമനെ അറിയുകയും രാമായണം എഴുതാനും സാധിച്ചു. കാളിദാസന്റെ കഥയും ഇതുപോലെ പ്രസിദ്ധമാണ്. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് ആ വാക്കിലല്ല പ്രാധാന്യം, ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അടിയിലുള്ള ഫെയ്ത്ത്, നമുക്ക് നൽകിയിട്ടുള്ള ആൾ വ്യക്തിത്വത്തിന്റെ ആ ലെവല്, അദ്ദേഹം ഈ പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ സത്യം വധ എന്നൊരു ഗുരുനാഥൻ പറയുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം സത്യസ്വരൂപനാണ്. എല്ലാവരെയും സ്നേഹിക്കൂ, അദ്ദേഹം സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കൂ എന്ന് ചാരുജി മഹാരാജ് പറഞ്ഞപ്പോൾ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അങ്ങനെയായിരുന്നു. പെർഫെക്റ്റ് ലവ് കാസ്റ്റത്ത് ഫിയർ എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. കാരണം അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്ത ആളായിരുന്നു. നേരെ മറിച്ചിട്ട് സാധാരണ ഒരു വ്യക്തി പോയിട്ട് പറയാണ് സത്യം പറയും. നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ട് സത്യം പറയും സത്യം പറയും. നമ്മുടെ രാജ്യത്തിന്റെ മുദ്രാവാക്യം തന്നെ, ശ്ലോകം തന്നെയാണ് സത്യമേവ ജയതേ നാനൃതം. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് സത്യം പറയുന്നില്ല? കാരണം നമുക്ക് ആ തരത്തിലുള്ളൊരു ഗുരുനാഥന്റെ അടുത്ത് നിന്നാണ് കേൾക്കേണ്ടത്. അത് മാത്രമല്ല, നമ്മൾ തയ്യാറാണ്, ഒരു ശിഷ്യൻ തയ്യാറാണ്, അപ്പോഴാണ് അത് മന്ത്രമായിട്ട് മാറുന്നത്. അത് മാത്രമല്ല, ആ വാക്ക് അത്രയും ഭക്തിയോട് കൂടിയിട്ട് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റിപ്പീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? സഹജമാർഗത്തിലെ ഒരു സീനിയർ പ്രിസപ്റ്ററായ ശ്രീ KC വരദാചാരി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മൾ വാതിൽക്കൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്ന പോലെയാണ്. നമ്മൾ ഈശ്വരന്റെ ദർശനത്തിനായി പടിവാതിൽക്കൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ടും കണ്ടില്ലേ, കണ്ണടച്ചിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വിചാരിക്കുക ഇയാളെന്താ തമാശ കളിക്കാൻ, അദ്ദേഹം തിരിച്ചു പോകുന്നതാണ്. അപ്പൊ അത് ഒരു തമാശയാണെങ്കിൽ അതിന്റെ അടിയിലുള്ള സത്യം എന്താ പറഞ്ഞാല്, നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ മന്ത്രത്തിന്റെ ജപത്തിലാണ് ശ്രദ്ധിക്കുന്നത്, അല്ലാതെ എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിലല്ല. ഇത് കറക്റ്റ് സ്പെല്ലിംഗ് ആണോ, ഇത് ഉച്ചാരണം കറക്റ്റ് ആണോ, ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടോ? അപ്പൊ ഭാവമാണ് ഇമ്പോർട്ടന്റ്. സഹജമാർഗത്തില് പ്രാർത്ഥനയുണ്ട്. അപ്പൊ നമ്മൾ മാസ്റ്റേഴ്സ് പറയുന്നത് മെഡിറ്റേഷൻ മുമ്പ് ഒരു പ്രാവശ്യം പറയുന്നതാണ്, ഭക്തി സ്നേഹഭാവങ്ങളോട് കൂടിയിട്ട്. ആ ഭാവമാണ് പ്രധാനം. അതിൻ്റെ ഉള്ളിലുള്ള ഫീലിംഗിലേക്ക് പോകും. വാക്ക് ഇങ്ങനെ ഉച്ചരിച്ചിട്ട് കാര്യമില്ല. ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, റിപ്പീറ്റ് ചെയ്തിട്ട് അതൊരു ജപമാക്കി മാറ്റിയിട്ട് കാര്യമില്ല. അപ്പോൾ ആഴത്തിലുള്ള ആ ഫീലിംഗ് ഇവോക്ക് ചെയ്യാൻ തക്കോണം ഏതൊരു വാക്കിനും സാധിക്കും. ദേശാടനം എന്നുള്ളൊരു സിനിമയിലൊരു പാട്ടുണ്ട്, യാത്രയായി യാത്രയായി, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതിയ വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്, ഒരു കവിതയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വചനങ്ങൾ മന്ത്രങ്ങളാകണമേ. നമ്മുടെ വചനങ്ങൾ മന്ത്രങ്ങളാവണം. ആ മന്ത്രം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വാക്ക് എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ എപ്പോഴും ആ സ്റ്റേറ്റിൽ എപ്പോഴും സെന്റേർഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, കേന്ദ്രീകൃതമായിട്ട് ഇരിക്കുകയാണെങ്കിൽ വാക്കുകളെല്ലാം മന്ത്രങ്ങളായിട്ട് മാറും.
ലോകത്തിന് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരും. കാരണം വാക്കിലല്ല, അതിൻ്റെ അടിയിൽ ഉള്ള ആ സ്നേഹമാണ് ആ പവർ നൽകുന്നത്. ആ വാക്കുകൾ ചുരുങ്ങി വരുന്നു. ചിലപ്പോൾ വാക്കുകളുടെ ആവശ്യമില്ല, നമ്മളെ കാണാൻ തന്നെ വ്യക്തികൾ വരുന്നത് കാണാം. അങ്ങനെ ആളുണ്ട്, അദ്ദേഹത്തെ കണ്ടാൽ മതി, എന്റെ പ്രശ്നങ്ങളൊക്കെ മാറും. എത്രയോ മഹാന്മാരുടെ കഥകൾ നമ്മൾ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ദർശനം, അദ്ദേഹത്തിന്റെ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഓരോ ചലനവും ഓരോ വാക്കുകളും മന്ത്രങ്ങളാണ്, വേദങ്ങളാണ്. അങ്ങനെ ഒരു ഗുരുനാഥൻ പറയുന്നതാണ് ശാസ്ത്രം. എഴുതി വെച്ചിട്ടുള്ളത് ശാസ്ത്രത്തിന്റെ റെക്കോർഡ്സ് മാത്രമാണ്, അതിൽ ഇന്റർപ്രിട്ടേഷൻ വന്നു. പക്ഷെ ഗുരുനാഥൻ പ്രസന്റ് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ചലനങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളും ഒക്കെ ശാസ്ത്രമായി മാറും. അതുകൊണ്ടാണ് അദ്ദേഹം സൈലന്റ് ആയിരിക്കുമ്പോൾ നമ്മളും സൈലന്റ് ആയിരിക്കണം. അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മളും സൈലന്റ് ആയിരിക്കണം. നമ്മൾ കേൾക്കണം, ഓരോ വാക്കും കേൾക്കണം. അദ്ദേഹം എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ മിസ്സായി എന്നുള്ളതാണ്. എന്തിനാ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്, ബോറാവുന്നു എന്ന് എനിക്കുമല്ല വേണ്ടത്. അത് റിപ്പീറ്റ് ചെയ്യുന്നതിന് കാരണമുണ്ട്, നമ്മളത് ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരണം. അദ്ദേഹം ഗുരുനാഥനാണ്. എന്തിനാണ് അദ്ദേഹം നമുക്കിതൊക്കെ നൽകുന്നത്? നമ്മളെയും അദ്ദേഹത്തെ പോലെ ആക്കി തീർക്കാൻ. ഇവിടെയാണ് ഹാർട്ട്ഫുൾനെസ് വളരെ വ്യത്യസ്തമാണ്. ഹാർട്ട്ഫുൾനെസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നവരെയൊക്കെ മാസ്റ്റേഴ്സ് ആക്കണം എന്നാണ് ബാബുജി മഹാരാജ്. മാസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിനി, മാസ്റ്റേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ മാസ്റ്റേഴ്സാണ്, കോൺവെർസേഷനിൽ മാസ്റ്റേഴ്സാണ്. കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ എവിടെയാണെങ്കിലും അങ്ങനെ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ സ്നേഹത്തിന്റെ എന്താ പറയുക കവാടങ്ങളായിട്ട് മാറും. അവർ സംസാരിക്കുമ്പോൾ ദിവ്യ കവാടം തുറക്കുകയാണ്. അവിടുന്ന് ഡിവൈൻ ആയിട്ടുള്ള ഫ്ലോ, സ്നേഹത്തിന്റെ ഫ്ലോ അവിടെ സംഭവിക്കും. അവരുടെ പ്രസൻസ് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരും. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഈ ലോകത്തിൽ കൂടുതൽ കൂടുതൽ പ്രത്യക്ഷപ്പെടട്ടെ. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് നമുക്കും അതുപോലെ ആവണം. നമുക്ക് എല്ലാവരെയും അതുപോലെ ഹാർട്ട്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഉള്ള അവസരങ്ങൾ നൽകാം. അതിൽ നമുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെയും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.